നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. CMP അരവിന്ദാക്ഷൻ വിഭാഗം LDF-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനം. കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ കൺവെൻഷൻ. പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ LDF ശിഥിലമാകുമെന്ന് DCC പ്രസിഡന്റ് KC അബു. അറപ്പുഴ പാലത്തിന്റെ ടോൾ പിരിവ് ഉടൻ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. CMP അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ പ്രവർത്തക സംഗമം കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു. LDF-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് CMP-PB അംഗം MK കണ്ണൻ പറഞ്ഞു. CMP അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ പ്രവർത്തക സംഗമം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു. CMP പോളിറ്റ് ബ്യൂറോ അംഗം MK കണ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞു, 25 വർഷക്കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നണിയിൽ ഒരു മാറ്റത്തെക്കുറിച്ച് ഒരു പുനർചിന്തനയും ചർച്ചയും പാർട്ടിക്കാർ ആരംഭിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും അതിന് മുൻകൈ എടുത്തത് സഖാവിയാണ്. കാലങ്ങൾ നീങ്ങി, പല രാഷ്ട്രീയ മാറ്റങ്ങളും. ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി, ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വളരെ സംഘടിതമായ പരിശ്രമങ്ങൾ നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. സഗീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. LDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി MK കണ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർട്ടിയുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൺവെൻഷൻ ഈ രാഷ്ട്രീയ തീരുമാനത്തിന് അംഗീകാരം നേടാൻ വേണ്ടി 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി തൃശ്ശൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അതിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ സെൻട്രൽ കൗൺസിൽ അംഗങ്ങൾ പ്രതിനിധികളായിരിക്കും. അത് ഞങ്ങളിപ്പോൾ ഉപാധികളില്ലാതെയാണ് ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. അല്ല, അത് ഭാവിയിൽ എന്തുവാണെന്ന് ഭാവി രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നു. ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു, ഉപാധികളില്ലാതെയാണ്. പിന്നെ അവരും തീരുമാനിക്കട്ടെ. പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ LDF ശിഥിലമാകുമെന്ന് DCC പ്രസിഡന്റ് KC അബു കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ LDF ശിഥിലമാകുമെന്ന് DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപൊരു കാലത്തുമില്ലാത്ത അത്രയും ഐക്യത്തോടുകൂടി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പാർലമെന്റിലേക്ക് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് സീറ്റ് കൂടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നുകിൽ പാർലമെന്റിലേക്ക് സീറ്റ് കൂടും, അതല്ലെങ്കിൽ കുറയും. പക്ഷെ ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പാർലമെന്റിലേക്ക് കേരളത്തിൽ UDF-ന് സീറ്റ് കൂടും. അതോടൊപ്പം തന്നെ കേരള നിയമസഭയിൽ UDF-ന്റെ MLA-മാരുടെ എണ്ണം 72-ൽ നിന്ന് 74-ആയി വർദ്ധിക്കും. അതിന്റെ അപ്പുറത്തേക്ക് പോകും ചിലപ്പോൾ. കാരണം LDF ഈ തെരഞ്ഞെടുപ്പോടുകൂടി UDF കേരളത്തിൽ ഉണ്ടാകില്ല. UDF ഗവൺമെന്റ് അതോടുകൂടി ശിഥിലമാകും എന്നൊക്കെ ഇലക്ഷന്റെ മുൻപ് പറഞ്ഞു നടന്നവരാണ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശിഥിലമായിട്ടുള്ളത് LDF ആണ്. ഈ ഇലക്ഷനോടുകൂടി ഇനി ഇടതുപക്ഷത്തിൽ അവശേഷിക്കുന്ന കക്ഷി ഒരു CPI, NCP പോലും എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് UDF-ന് വലിയ പ്രതീക്ഷയുണ്ട്. UDF ഐക്യത്തോടെയാണ് മുന്നേറുന്നതെന്നും KC അബു കൂട്ടിച്ചേർത്തു. MC മൈൻ ഹാജി, PV ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് അറപ്പുഴ പാലത്തിന്റെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന മാർച്ച് അബ്ദുൽ ഖയ്യൂം ഉദ്ഘാടനം ചെയ്തു. അറപ്പുഴ പാലത്തിലെ ടോൾ പിരിവ് ഉടൻ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അറപ്പുഴ ടോൾ ബൂത്തിലേക്ക് മാർച്ച് നടത്തിയത്. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൽ ഖയ്യൂം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യന്റെ, ഒരു ജനതയുടെ മൗലികാവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നടന്നു പോകാനുള്ള, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി പോരാട്ടങ്ങൾ നടന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. പക്ഷേ പുതിയ പേരിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സർക്കാർ ചെലവിലും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളും ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ വില ഈടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എനിക്ക് മുമ്പ് സംസാരിച്ച വെൽഫെയർ പാർട്ടിയുടെ ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു, ഇത് 1.5 കോടിയോളം രൂപ അധികമായി പിരിച്ചെടുത്തിരിക്കുന്നു എന്ന്. ഈ ടോൾ ബൂത്ത് 1.5 കോടിയോളം രൂപ അധികമായി പിരിച്ചെടുത്തത് നമ്മുടെ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെ പോയി, ഏത് മോളത്തിൽ പോയി ഒളിച്ചു കിടക്കുകയാണ്. നമുക്ക് പറയാൻ സാധിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള മാഫിയകളിൽ നിന്നും, അതുപോലെ തന്നെ മദ്യമാഫിയയിൽ നിന്നും, അതുപോലെ തന്നെ മുതലാളിമാരിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ പാലാഴി, ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് PC മുഹമ്മദ് കുട്ടി, നബീൽ ചാലിയം, NA അൻസാരി തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലാ കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ മേഖലാ സമ്മേളനം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ കൊമേഴ്സ്യൽ എംപ്ലോയീസ് മേഖലാ സമ്മേളനമാണ് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത്. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തിൽ ഒരു തൊഴിലാളിയുടെ ഏറ്റവും കുറഞ്ഞ കൂലി 10,000 രൂപയായി നിജപ്പെടുന്നു. കരാറടിസ്ഥാനത്തിലുള്ള ജോലി ചൂഷണത്തിന്റെ മറ്റൊരു ഭാഗം. അതുകൊണ്ട് താൽക്കാലികമായി ഏതെങ്കിലും മേഖലയിൽ തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടി വന്നാൽ സ്ഥിരം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും താൽക്കാലിക തൊഴിലാളികൾക്ക് കൊടുക്കണം. കരാർ സമ്പ്രദായം തന്നെ അവസാനിപ്പിക്കണം. തൊഴിലാളികളെ നേരിട്ട് തൊഴിലിൽ നിശ്ചയിക്കും. നിയമങ്ങൾ നടപ്പിലാക്കണം. പെൻഷൻ ബാധകമാകാത്ത മുഴുവൻ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ കേന്ദ്ര നിയമം കൊണ്ടുവരണം. തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ വ്യവസായങ്ങൾക്കെല്ലാം സംരക്ഷണം വേണം. തൊഴിലാളികളുടെ മിനിമം വേതനം 10,000 രൂപയാക്കി നിജപ്പെടുത്തണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. K ലോഹിതാക്ഷൻ, M ശിവരാമൻ, രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കാട് പുനത്തിൽത്താഴം പുനത്തിൽവള്ളിവയൽ പ്രദേശത്ത് സ്വകാര്യ ആശുപത്രി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പുനത്തിൽത്താഴം പുനത്തിൽവള്ളിവയൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. എടക്കാട് പുനത്തിൽത്താഴം പുത്തൻവള്ളിവയൽ പ്രദേശത്ത് സ്വകാര്യ ആശുപത്രി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പുനത്തിൽത്താഴം പുത്തൻവള്ളി വയൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആശുപത്രി വിരുദ്ധ സമിതി ചെയർമാൻ സുദേശ് കുമാർ കൺവെൻഷൻ അധ്യക്ഷം വഹിച്ചു. ആശുപത്രി വരുന്നതിനെതിരെ ജനങ്ങൾ മാസങ്ങളായി സമരങ്ങൾ നടത്തിവരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ നിഷേധാത്മക നിലപാടാണ് വിഷയത്തിൽ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് പ്രവർത്തക സമിതി കഴിഞ്ഞ യോഗത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് അഭിപ്രായമുയർത്തിയിരുന്നു. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമിതിയുടെ നീക്കത്തിൽ പങ്കുചേരാമെന്ന് കൺവെൻഷനിൽ തീരുമാനമായതോടെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിൽ നിന്നും സമിതി പിന്മാറുകയായിരുന്നു. കൌൺസിലർ T ബാബുരാജ്, BJP സംസ്ഥാന സമിതി അംഗം TM അനിൽകുമാർ, AAP ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ, VHP ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KP രവീന്ദ്രൻ, DCC സെക്രട്ടറി KV സുബ്രഹ്മണ്യം, പ്രമോദ് മാങ്കാവ്, RMP ലോക്സഭാ സ്ഥാനാർത്ഥി NP പ്രതാപൻ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കുചേർന്നു. അന്വേഷിയുടെ അഭയം ഡിന്നർ വിത്ത് മമ്മൂട്ടി പരിപാടി കോഴിക്കോട് പാരമൗണ്ട് ടവറിൽ നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഷോർട്ട് സ്റ്റേ ഹോം കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെഗാസ്റ്റാറിനൊപ്പം സ്നേഹവിരുന്നിനായി നൂറുകണക്കിന് ആളുകളാണ് പാരമൗണ്ട് ടവറിൽ ഒത്തുകൂടിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഷോർട്ട് സ്റ്റേ ഹോം കെട്ടിട നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം അന്വേഷിയാണ് അഭയം ഡിന്നർ വിത്ത് മമ്മൂട്ടി പരിപാടി സംഘടിപ്പിച്ചത്. ശക്തിയില്ലാത്തവരല്ല സ്ത്രീകളെന്നും സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണമെന്നും മമ്മൂട്ടി പരിപാടിയിൽ പറഞ്ഞു. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളെ സംരക്ഷിക്കാനും ഒക്കെ സ്ത്രീകൾ തന്നെ ഇറങ്ങുന്നത് വളരെ ലോകത്തുള്ള സകല പുരുഷന്മാർക്കും നാണക്കേടാണ്. അവനവന്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയാത്തവനാണല്ല ഞാൻ ഉൾപ്പെടെ. അപ്പോൾ രണ്ടുപേരും രണ്ട് ഭാഗത്തുനിന്ന് രണ്ടാളുകളായി കാണാതെ രണ്ടുപേരും വ്യക്തികളാണ്. രണ്ടുപേർക്കും അവരുടേതായ എല്ലാ അവകാശങ്ങളും എല്ലാ വികാരങ്ങളും എല്ലാ ഇമോഷൻസും എല്ലാ ചിന്തകളും തോന്നലുകളും ഒക്കെ ഉണ്ട്. എല്ലാവരും കവികളും എല്ലാവരും കഥാകൃത്തുക്കളും നടികളും നടന്മാരും അധ്യാപകരും അധ്യാപികമാരും ഒക്കെ ഇല്ലേ എല്ലാ രംഗത്തും. പിന്നെ എന്താ വ്യത്യാസം? എല്ലാവരും ഇവരെ കൂടി സാധിക്കുന്ന ഒരു 10 കിലോ ചാക്ക് ചുമക്കാൻ ചിലപ്പോൾ സാധിച്ചിരുന്നു വരാം. അതിലിപ്പോൾ 8 കിലോ വരെ ചുമക്കുന്ന സ്ത്രീകൾ നമുക്കുണ്ടാവാം. ഞാൻ വിദേശത്തൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ സാധാരണ ഒരു ലൈറ്റ് രണ്ട് പുരുഷന്മാർ ഇവിടെ പോക്കുന്ന ലൈറ്റ് ഒരു സ്ത്രീ ഒറ്റ കൈ കൊണ്ട് പോക്കി പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ
സ്ത്രീകൾ ശക്തി കുറഞ്ഞവരാണെന്ന് പോലും വിചാരിക്കണ്ട. നിങ്ങൾ കുറച്ചുകൂടി ശക്തി ഉണ്ടാക്കിയാൽ മതി, ഒന്ന് ബലപ്പെടുത്തി എടുത്താൽ മതി. നമ്മുടെ ഈ അമ്മമാരാണ് കുട്ടികളെ വളർത്തുന്നത്. കൂടുതൽ നമ്മുടെ ആൺകുട്ടികളെ വളർത്തുമ്പോൾ ഒരു കാര്യം അവരെ പഠിപ്പിക്കാൻ മറക്കരുത്. നിന്റെ സഹോദരിയെ അല്ലെങ്കിൽ നിന്റെ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കരുത്ത് നീ നേടണം എന്നവനെ പഠിപ്പിക്കണം. അവനത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിന്റെ മഹത്വം അവനെ മനസ്സിലാക്കണം. സ്ത്രീത്വത്തിന്റെയും മാതൃത്വത്തിന്റെയും മഹത്വം അവന് പറഞ്ഞ് മനസ്സിലാക്കണം. MT വാസുദേവൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി. നടി മമത, അന്വേഷി പ്രസിഡന്റ് അജിത, ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. 10ാം തരം തുല്യതാ പഠിതാക്കളുടെ സംസ്ഥാന കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച പഠിതാക്കളെ അനുമോദിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 10ാം തരം തുല്യതാ പഠിതാക്കളുടെ സംസ്ഥാന കലോത്സവത്തിൽ വിവിധ മത്സര ഇനങ്ങളിൽ വിജയിച്ച മീൻചന്ത സെന്ററിലെ പഠിതാക്കളെ അനുമോദിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉഷാദേവി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലയും കവിതയും ഉള്ളിലില്ലാത്തതുകൊണ്ടല്ല ഒരു കുട്ടി കലാകാരിയാവാത്തത്, അല്ലെങ്കിൽ ഒരു കുട്ടി കവിയാവാത്തത്, കവിയത്രിയാവാത്തത്. സ്വരലയ താളങ്ങൾ ഉള്ളിലില്ലാത്തത് കൊണ്ടല്ല ഒരാൾ നർത്തകിയാവാത്തത്, അല്ലെങ്കിൽ ഗായികയാകാത്തത്, അല്ലെങ്കിൽ ഒരു നടനോ നടിയോ ആകാത്തത്. പിന്നെ എന്തുകൊണ്ടാണ്? അവരുടെ ഭാവനകൾക്ക് ചിറക് വിരിക്കുവാനുള്ള ആകാശം ലഭിക്കാതെ പോയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ കഴിവുകളുണ്ട്. കലാപരമായാലും കായികപരമായാലും നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. സിനിമാ നടൻ സുധീഷ് സമ്മാനദാനം നിർവഹിച്ചു. മീൻചന്ത സെന്റർ കോർഡിനേറ്റർ PP സാബിറ അധ്യക്ഷത വഹിച്ചു. P. ഉമ്മർ, CP മുസാഫർ അഹമ്മദ്, ആയിഷ ബി പാണ്ഡികശാല, PK നാസർ, ശ്യാംലാൽ, MD വത്സല, ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നാടകാചാര്യൻ KT മുഹമ്മദിന്റെ ജീവിത മുഹൂർത്തങ്ങളും നാടകങ്ങളിൽ നിന്നുള്ള രംഗങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ആത്മനാടകം സ്മൃതി ചിത്രപ്രദർശനം ലളിതകല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പുരുഷൻ കടലുണ്ടി MLA ആണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. നാടകം എന്ന മാധ്യമം മനുഷ്യരുടെ സാമൂഹ്യ നന്മയ്ക്ക് എങ്ങനെ ഉപകരിക്കപ്പെടാം എന്ന് തെളിയിക്കപ്പെട്ട ഒരു മഹാനായ നാടകക്കാരനായിരുന്നു KT. ഈ നാടകത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ തന്നെയെങ്കിലും സോഷ്യലിസം കണ്ട് മരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് മരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും കൃത്രിമമായ സോഷ്യലിസം ഉണ്ടാക്കി അദ്ദേഹത്തിനെ കൊല്ലുന്നതാണ് അതിന്റെ പര്യവസാനം. LIC പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഡിവിഷണൽ സമ്മേളനം നടന്നു. AIIA ജോയിന്റ് സെക്രട്ടറി ഗിരിജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. LIC പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷണൽ സമ്മേളനം എൻജോ യൂണിയൻ ഹാളിൽ നടന്നു. AIIA ജോയിന്റ് സെക്രട്ടറി ഗിരിജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KKC പിള്ള അധ്യക്ഷത വഹിച്ചു. PK സുബ്രഹ്മണ്യൻ, സുകുമാരൻ പുന്നശ്ശേരി, PP കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് AIIയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് ഗിരിജയാണ്. ഗിരിജയും നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം എത്രയോ പ്രാവശ്യം കോഴിക്കോട് ഡിവിഷന്റെ പല സമ്മേളനങ്ങളായി അവർ വന്നിട്ടുണ്ട്. അടുത്താണ് അവർ AIIയുടെ ജോയിന്റ് സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ടത്. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു കൺഗ്രാജുലേറ്റ് ഹർ ഓൺ ബിക്കമിംഗ് ദി ജോയിന്റ് സെക്രട്ടറി ഓഫ് അവർ മൈറ്റി ഓർഗനൈസേഷൻ AII. പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന് സമീപം റോഡിൽ പൊട്ടിയ സ്ലാബുകൾ കൂട്ടിയിട്ടത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയിട്ടും വിഷയത്തിൽ നടപടിയെടുക്കാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിനു പുറമെ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് പൊറ്റമ്മൽ വാട്ടർ ടാങ്കിന് സമീപത്തെ വഴിയരികിൽ കൂട്ടിയിട്ട സ്ലാബുകൾ. വാട്ടർ അതോറിറ്റിയാണ് റോഡിൽ സ്ലാബുകൾ കൊണ്ടിട്ടതെന്നും മാസങ്ങളായിട്ടും നാട്ടുകാർക്ക് ഭീഷണിയാകുന്ന സ്ലാബുകൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് വാട്ടർ അതോറിറ്റിയുടെ സ്ലാബാണ്. കാരണം ഇത് റോഡ് നന്നാക്കുന്ന സമയത്ത് അവർ ഡ്രെയിനേജിന് മുകളിലുള്ളത് കംപ്ലീറ്റ് ഇവിടെ കൊണ്ടിട്ടതാണ്. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ളതിലേക്ക് ഞങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ ഞങ്ങൾ വളരെ സമയത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ കത്ത് കൊടുത്തതാണ്. ആ കത്ത് കൊടുത്തതിൻ്റെ ഭാഗമായി യാതൊരു മറുപടിയില്ല. പിന്നീട് ഞങ്ങൾ നേരിട്ട് പോയി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കതിലിപ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ടുപോകാം ഇത് എന്നുള്ള രൂപത്തിലാണ്. കാരണം ഇതിനി ഇവിടുന്ന് എടുത്തു മാറ്റാൻ ആവശ്യമായുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ്. ഇതിൽ വേറൊരു പ്രശ്നം കൂടെ. ഈ സ്ലാബ് ഇവിടെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ പങ്കെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട്. ഇവിടെ ഈ റോഡ് ആകമാനം താറുമാറായി കിടന്ന സമയത്ത് ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ ഇതേപോലെ തന്നെ ഒരു കൗതുകമായ ഒരു സംരംഭം ഞങ്ങൾ അന്ന് നടത്തിയിട്ടുണ്ട്. കാരണം വീൽ ചെയറിൽ ആളുകളൊക്കെ ഉരുത്തിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ പ്രദേശം ആകമാനം ഒരു പൊറ്റമ്മൽ ഒക്കെ തന്നെ ചുറ്റി അടിച്ചുകൊണ്ട് നല്ലൊരു സമരമായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിലും പത്രങ്ങളിലും ഇതേപോലെ തന്നെ ചാനലിലൊക്കെ തന്നെ വന്നുകൊണ്ട് അവർക്ക്
ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയധികം പ്രതിഷേധമാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം കൂടെ തീർക്കലാണോ ഇത് എന്നുള്ളത് സംശയിക്കുകയാണ്. കാരണം ഇതവരിവിടെ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ എഴയുന്ന ഇഷ്ടം പോലെ ഉണ്ട്. എഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിഷമുള്ള ജാതികളാണ് ഇവിടെ ഉള്ളത്. കാരണം പല ആളുകളും ഇതിലേ പോകുമ്പോൾ കാണുന്നുണ്ട്. കാരണം കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ എത്രയോ കുട്ടികൾ ഇതിലേ പോകുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ ആരും സമാധാനം പറയാനുണ്ടാവില്ല. കാരണം ഇത് അവർ എടുത്ത് മാറ്റുന്നുമില്ല. ഇത് ഇനിയിപ്പോൾ ഈ പ്രദേശത്തിലെ ആളുകൾ ഇതിപ്പോൾ എടുത്തു മാറ്റാൻ ആവശ്യമായ രൂപത്തിൽ ശക്തമായ സമരം ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇതിലെ കുറേയധികം സ്കൂൾ കുട്ടികൾ പോകുന്നതാണ്. കാരണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഇഷ്ടം പോലെ ചെറിയ മക്കൾ പോലും സ്കൂളിൽ പോകുന്ന സ്ഥലമാണിത്. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രൂപത്തിൽ, കാരണം എഴുതുന്ന ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. വിഷമുള്ള കുറേ എഴുന്നേറ്റങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ട്. ഇത് സൂക്ഷിക്കാൻ എല്ലാവരും പറയും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കാടും കൂടെ വരും. അപ്പം എന്താ വെച്ചാൽ സ്ലാബ് പോലും കാണാത്തൊരവസ്ഥയാണ്. SNDP യോഗം നടുവട്ടം ശാഖ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. SNDP തിരുവമ്പാടി യൂണിയൻ പ്രസിഡന്റ് KN ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം നടുവട്ടം ശാഖ ഓഫീസ് ഉദ്ഘാടനം നടന്നു. SNDP തിരുവമ്പാടി യൂണിയൻ പ്രസിഡന്റ് KN ചന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്കൃതാചാര്യൻ പട്ടേൽ പ്രഭാകരൻ ആധ്യാത്മിക ക്ലാസ് എടുത്തു. അടിച്ചിക്കാട്ട് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. M മുരളീധരൻ, M റനിൽകുമാർ, NP വിനോദ് കുമാർ, PC ബാലൻ, കാട്ടുപറമ്പത്തിൽ ഷാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പകരക്കാരനായിട്ടാണ്. നിങ്ങളെല്ലാം പ്രിയങ്കരനായിട്ടുള്ള SNDP യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ AP മുരളീധരൻ മാസ്റ്റർ ആണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ഏറ്റ ഒരു പരിപാടി ഡയറിയിൽ എഴുതാൻ വിട്ടുപോയതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തിന് പാലക്കാട് എത്താൻ വേണ്ടി യോഗം ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തോന്നുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് SNDP യൂണിയനിൽ ഏതാണ്ട് ഒരു 30-35 വർഷം മുമ്പ് തന്നെ നേരത്തെ ഏറ്റ ഒരു പരിപാടി ഡയറിയിൽ എഴുതാൻ വിട്ടുപോയതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തിന് പാലക്കാട് എത്താൻ വേണ്ടി യോഗം ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇനി എന്റെ വോട്ടാ. എൻ്റെ വോട്ട് UDF-നാണ് ചെയ്യണുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല ഭരണനെ കൊണ്ടിട്ട് നല്ല പ്രവർത്തനമാണ്. അത് ആയ കാലത്തെ ലീഗാരനാണ്. അപ്പോൾ അതിനെ കൊണ്ടിട്ട് ആ വോട്ടൊക്കെ പോണത് UDF-ന് തന്നെയാണ്. ആയ മുതൽ നിറയ്ക്കാൻ ചില എൻ്റെ വാപ്പൊക്കെ പഴയ ലീഗാരനാണ്. ഇത്രയും കണ്ടീഷൻ ആയിട്ടില്ലേ. ആ വോട്ട് ഫുള്ളായിട്ട് തന്നെ പോകുള്ളൂ. ഈ 5 വർഷക്കാലമായിട്ട് MK രാഘവൻ കോഴിക്കോട് വികസനത്തിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ഇനിയും വികസനം നടത്താനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതോടൊപ്പം ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മോദിയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഗുജറാത്ത് വരച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി അഴിമതികളും നിറവേറ്റകളൊക്കെ കുറിച്ച് തന്നെ നമ്മൾ നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടാണ്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഈ ഒരു മഹാരാജ്യം ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കില്ല. എൻ്റെ വോട്ട് വിജയരാഘവനാണ്. ഒരു MP എന്ന നിലക്ക് നിലവിലുള്ള രാഘവൻ സാറിന് ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും നേടിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനക്കാരനാണ്. അതുകൊണ്ട് വിജയരാഘവനാണ് എൻ്റെ വോട്ട്. രാഘവേട്ടനാണ് എൻ്റെ വോട്ട്. ഞാൻ തീർച്ചയായും UDF പ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം ചെയ്ത വികസനം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാത്രം നോക്കിയാൽ മതി വികസനം എന്താണെന്ന് അറിയണമെങ്കിൽ. ഈ പറയുന്നവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ്. ബാക്കി പല സംഗതികളും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സാറ്, ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു കുറേ മുഖ്യമന്ത്രിമാർ. അദ്ദേഹം ചെയ്തതുപോലെയുള്ള ജനസമ്പർക്ക പരിപാടി ഒരു മുഖ്യമന്ത്രിമാർക്കും ഇതുവരെ കേരളത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. CMP അരവിന്ദാക്ഷൻ വിഭാഗം LDF-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനം. കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ കൺവെൻഷൻ. പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ LDF ശിഥിലമാകുമെന്ന് DCC പ്രസിഡന്റ് KC അബു. അറപ്പുഴ പാലത്തിന്റെ ടോൾ പിരിവ് ഉടൻ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം www.kcltv.com.